ക്യാമ്പിലോ ഇല്ല, ശിരൂരത്തെ പ്രശ്നത്തിലായിരുന്നു. അതെ, മാറി പറയണ്ട. എന്റെ കൂട്ടുകാരന്റെ ഫാമിലി മൊത്തം പോയി. പാടി നമ്മുടെ കൈ 7 പേരാ. എവിടെ നിന്നും അറിയില്ലല്ലോ. എന്റെ മോളെ കൂടെ അരപ്പറ്റ പഠിക്കുന്നത്. ഇത് അങ്ങോട്ട് പോകാൻ വഴിയില്ല, ചെയ്യാൻ പറ്റുന്ന അവസ്ഥയ്ക്ക് വരും. മലപ്പുറം പോത്തുകലിൽ നിന്നുള്ള ചില വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. അവിടെ നിന്ന് ഒരു കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയെന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. നിലമ്പൂർ പോത്തുകൽ എന്ന് പറയുന്നത്, അവിടുത്തെ പുഴ എന്ന് പറയുന്നത് വയനാട്ടിൽ നിന്നിലൂടെ ഒഴുകുന്ന പുഴയാണ്. വയനാട്ടിൽ ഉരുൾപൊട്ടലോ അതുപോലെ വെള്ളപ്പാച്ചിലോ ഒക്കെ ഉണ്ടായാൽ, അല്ലെങ്കിൽ വയനാട് കനത്ത മഴയുണ്ടായാൽ ഈ പുഴയിൽ വെള്ളം കയറുന്നത് പതിവാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ വലിയ തോതിൽ വെള്ളവും അതുപോലെ തന്നെ മരങ്ങളും ഒക്കെ ഒഴുകിയെത്തിയിരുന്നു. അതിനിടയിലാണ് ഒരു കുഞ്ഞിന്റെ മൃതദേഹം, ഏറ്റവും സങ്കടകരമായ ഒരു വാർത്തയാണ്, ഒരു കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഏതാണ്ട് 3 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ മൃതദേഹമാണ് മരങ്ങൾക്കിടയിൽ കുടുങ്ങിയ നിലയിൽ ഒഴുകിയെത്തിയത്. ഇവിടുത്തെ നാട്ടുകാരാണ് ഇങ്ങനെ പുഴയിൽ മൃതദേഹം കണ്ടത്. വലിയ സങ്കടകരമായ ഒരു സാഹചര്യം തന്നെയാണ്. ഇപ്പോൾ ആളുകൾ ആ മൃതദേഹം കരയ്ക്ക് അടുപ്പിച്ചിട്ടുണ്ട്. ഇവിടെ 2015 നടന്ന പുത്തുമല ദുരന്തത്തിനേക്കാളും വളരെ ഭീകരത. വല്ലാത്ത അവസ്ഥ. പഠിത്തം മാത്രം. ഇത് നമ്മളെ ഹൈസ്കൂളിലെ സ്കൂളിന്റെ സൈഡിലുള്ള റോഡാണ്. റോഡിലൂടെയാണ് ആ വെള്ളം വരുന്നത് കേട്ടോ. ഞാനിപ്പോ രാത്രി എത്തി ഇതെവിടെ വരെ എത്തിയിട്ടുള്ളൂ. മലപ്പുറം പോത്തുകലിൽ നിന്നുള്ള ചില വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. അവിടെ നിന്ന് ഒരു കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയെന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. നിലമ്പൂർ പോത്തുകൽ എന്ന് പറയുന്നത്, അവിടുത്തെ പുഴ എന്ന് പറയുന്നത് വയനാട്ടിൽ നിന്നിലൂടെ ഒഴുകുന്ന പുഴയാണ്. വയനാട്ടിൽ ഉരുൾപൊട്ടലോ അതുപോലെ വെള്ളപ്പാച്ചിലോ ഒക്കെ ഉണ്ടായാൽ, അല്ലെങ്കിൽ വയനാട് കനത്ത മഴയുണ്ടായാൽ ഈ പുഴയിൽ വെള്ളം കയറുന്നത് പതിവാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ വലിയ തോതിൽ വെള്ളവും അതുപോലെ തന്നെ മരങ്ങളും ഒക്കെ ഒഴുകിയെത്തിയിരുന്നു. അതിനിടയിലാണ് ഒരു കുഞ്ഞിന്റെ മൃതദേഹം, ഏറ്റവും സങ്കടകരമായ ഒരു വാർത്തയാണ്, ഒരു കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഏതാണ്ട് 3 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ മൃതദേഹമാണ് മരങ്ങൾക്കിടയിൽ കുടുങ്ങിയ നിലയിൽ ഒഴുകിയെത്തിയത്. ഇവിടുത്തെ നാട്ടുകാരാണ് ഇങ്ങനെ പുഴയിൽ മൃതദേഹം കണ്ടത്. വലിയ സങ്കടകരമായ ഒരു സാഹചര്യം തന്നെയാണ്. ഇപ്പോൾ ആളുകൾ ആ മൃതദേഹം കരയ്ക്ക് അടുപ്പിച്ചിട്ടുണ്ട്. ചെറിയൊരു